പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും സന്തോഷകരമായ ഒരു ദിവസം നേരുകയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓശാന ദിനമാണ്. ഓശാനയുടെ ഒരാശയം ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ രാജാവായി അംഗീകരിക്കുകയും യേശുക്രിസ്തു രാജകീയ വാഹനമായി കഴുതയെ തിരഞ്ഞെടുക്കുകയും രാജവീതിയിലൂടെ നടന്നു വരുമ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടി ഒലിവിൻ കൊമ്പ് എടുത്ത് ഈശോയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് എൻ്റെ രത്ന ചുരുക്കം. എന്നാൽ ഈ ഓശാന ദിവസം ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ രാജാവായി സ്വീകരിച്ച് സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് കടന്നു വരുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ തന്നെ കുരിശിത്തറയ്ക്കും എന്നും ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഇതാണ് മുൻകൂട്ടിയുള്ള ഉൾക്കാഴ്ച. ഇതേ യഹൂദർ തന്നെയാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതും. അന്ന് ഈ വലിയ ജനത്തിൻ്റെ ആരവമൊന്നുമില്ല. ഇവനെ ക്രൂശിലേറ്റു, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ചരിത്രം അവിടെ നിൽക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടോ? നിങ്ങളുടെ കയ്യിൽ സൗന്ദര്യമുണ്ടോ? നിങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനമുണ്ടോ? നിങ്ങളുടെ കൂടെ ആളുകളൊക്കെ കാണും. ഇതില്ലാത്തൊരവസരത്തിൽ കൂടെ നിന്നവരൊക്കെ നിങ്ങളെ കളഞ്ഞിട്ട് ചിലപ്പോൾ പോയെന്നിരിക്കും. അവിടെയും നമ്മുടെ മനസ്സ് ഒന്ന് സന്തുലിതമാക്കാൻ പരിശ്രമിക്കുക. ഓശാന തിരുനാളിന് കുരുത്തോലൊക്കെ ആട്ടി, അല്ലെങ്കിൽ ഒലിവിൻ കൊമ്പാട്ടി. കുരുത്തോല നമ്മുടെ നാട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെയാണ്, പല സ്ഥലത്തും പലതാണ്. അങ്ങനെ ആട്ടുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സമാധാനം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല വേണ്ടുന്നത്. ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗൾഫ് കൺട്രീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്നതെന്നറിയോ? ദൈവത്തെ കാണുന്ന അതേ കണ്ണുകൂടി നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ വിദേശ രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടോടെ കഴിയുന്നുണ്ട്. അവർക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കണ്ണൻ, അല്ലെങ്കിൽ ദേവപ്രസാദ് സാർ. അദ്ദേഹം പറയാറുണ്ട്, പലരും ചോദിക്കും, ചിലർ ചോദിക്കുന്നത് നീ നശിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇൻഡയറക്റ്റായിട്ടാണ് ചോദിക്കുക. അങ്ങനല്ല ചോദിക്കണ്ടേ. നേരെ മറിച്ച് എങ്ങനെയുണ്ട്, സുഖമാണോ, എന്തെങ്കിലും നമുക്ക് സഹായം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ സാധിക്കാത്തവർ യേശു ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഞാൻ അങ്ങ് എപ്പോൾ കൊടുത്തുന്നു വാഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എവിടെയാണ് യേശു ക്രിസ്തു ജീവിക്കുന്നത്? എവിടെയാണ് ദൈവം തമ്പുരാൻ വസിക്കുന്നത്? ഇതുപോലുള്ള സാധാരണക്കാരായ മനുഷ്യരിലാണ്. അവരുടെ നൊമ്പരങ്ങളിലാണ് യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുകളിൽ നിന്ന് ഇപ്പോഴും രക്തമിറ്റിറ്റ് വീഴുന്നത്. അപ്പോൾ ഇറാനിലാണെങ്കിലും ഗൾഫ് കൺട്രീസിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഇസ്രയേലിലാണെങ്കിലും മറ്റ് സമൂഹത്തിലാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കരയുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവിടെയാണ് യേശു ക്രിസ്തു ഇന്നും കരയുന്നത് എന്ന് മനസ്സിലാക്കുക. ആരുടെയെങ്കിലും കണ്ണീര് കണ്ടുകൊണ്ട് ഒരു വാക്ക് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നിടത്താണ് ഓശാനയും പെസഹായും ദുഃഖവെള്ളിയും ദുഃഖശനിയും ഈസ്റ്ററും ഒക്കെ ഉണ്ടാകുന്നത്. ജോൺസൺ കരുത്.